മൗനരാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെയിൽ നടന്നു വരികയാണ്. അപ്പോൾ അമലും ഗംഗയും മൂപ്പത്തിയും കൂടി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മൂപ്പൻ ചോദിക്കുകയാണ്, നീ വന്നോ, അവരെ പറഞ്ഞു വിട്ടോ? വേലു പറയാം, ആ വിട്ട്. വള്ളി ചോദിക്കുക, എന്തിനാ വേലു നീ നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്? അപ്പോൾ വേലു പറഞ്ഞു, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല. അപ്പം മൂപ്പൻ പറയുകയാണ്, നിന്നെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ അവർ വന്നത്, എന്നിട്ട് നീ എന്താ അത് ഞങ്ങളോട് പറയാതിരുന്നത്? അമലു പറയത്തില്ല, പറഞ്ഞാൽ ഇവിടെ വരുന്നവർ വിനായകേട്ടനെ കാണത്തില്ലല്ലോ, നമ്മളുടെ വിനായകേട്ടനെ മറച്ചു പിടിക്കുമെന്ന് അറിയുമല്ലോ. ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് അവർ വിനായകേട്ടനെ കാണാതെ പോയത്. വേലു ഇയാൾ പറയുന്നതൊക്കെ മുഴുവൻ സത്യമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ മൂപ്പൻ പറയും, സത്യമായാലും അല്ലെങ്കിലും ഇവിടെ അഭയം തേടി വന്ന അഭയം തേടി വന്ന ഒരാൾ നമ്മൾ അയാളെ പോകുന്നത് വരെ ഒറ്റക്കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ. പള്ളി പറയാം, ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഇവിടെയുള്ളൂ, അതുവരെയും ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവൻ്റെ ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അമലിനൊരു ചെറിയൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേലു പറയാം, നമ്മളായിട്ട് ദ്രോഹമൊന്നും ചെയ്യേണ്ട, തിരിച്ച് നമ്മളെ ദ്രോഹിക്കാതിരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വേലു അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പൻ പറയും, ഇനി മേലിൽ നാട്ടിൽ നിന്ന് ആരെയും വിളിച്ചുകൊണ്ട് വരരുതെന്ന് പറയുകയാണ് കേട്ടോ വേലുവിനോട്. അപ്പോൾ വേലു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വിനയം കുഞ്ഞ് പോകുന്നത് വരെ എന്നൊക്കെ വേലുവിനോട് നമ്മുടെ മൂപ്പൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേലു പറയുക, കേട്ടു മാമ. അപ്പം അമലു പറയണേ, മനസ്സിനകത്ത് സംശയം വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അപ്പന് തന്ന വാക്കൊക്കെ പാലിക്കണമെന്നൊരു നിർബന്ധമില്ല അപ്പം എന്നൊക്കെ പറയുകയാണ്. അപ്പം പിന്നെ നമ്മുടെ മൂപ്പൻ പറയുകയാണ്, നോക്കട്ടെ എൻ്റെ വാക്കിന് വിലയുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുവാണ് മൂപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പള്ളി പറയും, എന്നാലും അവരോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ മൂപ്പൻ, എന്നാലും അവൻ എന്തിനാ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. കാരണം ഇവനെ എല്ലാവരും വിശ്വസിക്കുവാണല്ലോ ചെയ്യുന്നത്. പിന്നീട് കാണുക, അപ്പോൾ ഇവരെ നേരെ നമ്മുടെ വേലു അകത്തേക്ക് പോയതിന് ശേഷം ഗംഗപ്രസാദും അമലും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുക നമ്മുടെ ചന്ദ്രസേനൻ്റെ വീടാണ്. ചന്ദ്രസേനൻ്റെ വീട്ടിലെ രൂപയും ചന്ദ്രസേനും ശാരിയൊക്കെ കൂടി ഇങ്ങനെ ടേബിളിൽ ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ പറയുന്നത്, ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നുകൊണ്ട് പോലീസ് അവനാണോ എന്ന് ഉറപ്പിക്കാൻ അങ്ങ് പറ്റിയിട്ടില്ല, ഒരു രൂപവും കിട്ടിയിട്ടില്ല. കല്യാണിമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ഗംഗപ്രസാദ് തന്നെയാണെന്ന്. അപ്പോൾ രൂപ പറയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്, സംശയമില്ലാതില്ല എന്ന് പറയാം. അപ്പോൾ ശാരി പറയാം, അല്ലെങ്കിലും ഒളിവിൽ പോയി അവൻ ജീവനോടെ കാണുമല്ലോ സാറേ, അവൻ മരിച്ചെന്ന് കരുതാൻ മാത്രം പറ്റില്ലല്ലോ. പിന്നെ അവൻ മരിച്ചെന്ന് കരുതാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടതാണ്, പിന്നെ ഓടിയതും ആണ്. പക്ഷേ കിരൺ പിന്നാലെ കൂടിയിട്ട് അവൻ മറഞ്ഞു പോയി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ചന്ദ്രൻ പറയാം, അത് കഴിഞ്ഞിട്ട് പലതും സംഭവിച്ചിട്ടുണ്ട്, നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് പലതും പറയാൻ പറ്റില്ല. ശാരി പറയാം, അവൻ മരിച്ചോ സാറേ, കിരൺ മോൻ അവനെ കൊന്നോ? ചന്ദ്രൻ പറയാം, എൻ്റെ മോൻ ആരെയും കൊന്നിട്ടില്ല, നീ ഇനി ഇത് പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്ന് പറയുകയാണ്. ആ സമയത്തേക്ക് കിരണും കല്യാണിയും കൂടി കയറി വരുവാണ് കേട്ടോ. അപ്പോൾ രൂപ ചോദിക്കുക, ആ തേനെടുക്കാൻ പോയവർ വന്നല്ലോ. ചന്ദ്രൻ പറയാം, വാ മക്കളെ. അപ്പോൾ കല്യാണി പറയാം, എല്ലാവർക്കുള്ള തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. കിരൺ ഒരു കുപ്പി തേൻ ടേബിളിലോട്ട് വെച്ചിട്ട് പറയാം, ഇത് ഇവിടത്തേക്കുള്ളതാണ്. ചന്ദ്രൻ പറയാം, ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ആണല്ലേ, നോക്കട്ടെ എന്തായാലും എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് കുറച്ച് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, സൂപ്പറാണ് കേട്ടോ, നല്ല രസമുണ്ട്, മായം ചേർക്കാൻ എടുക്കുന്ന കാട്ടിലുള്ളവർ അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രൂപ പറയാം, എല്ലാ വീട്ടിലേക്കുള്ളത് കിട്ടിയോ മോനെ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം, ഉണ്ട് എന്ന് വെച്ചിട്ട് അധികമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ അധികം കൊണ്ടുവന്ന് തരാമെന്ന് ഏറ്റിട്ടുണ്ട് വേലു എന്ന് പറയുകയാണേ. അപ്പോൾ കല്യാണി പറയാം, ആ ഊരും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ മൃഗങ്ങളോടൊപ്പം മല്ലടിച്ച് ജീവിക്കുന്ന അവർ എത്ര സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നത്. ചന്ദ്രൻ പറയാം, കാട്ടിൽ കഴിയുന്നവരെ മൃഗങ്ങൾ അങ്ങനെ ആക്രമിക്കത്തൊന്നുമില്ല, അവർക്ക് മൃഗങ്ങളുടെ മണം പിടിക്കാനൊക്കെ സാധിക്കും, മൃഗങ്ങൾ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാനും സാധിക്കും. പിന്നെ അവർ അങ്ങോട്ട് മൃഗങ്ങളും മനുഷ്യനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുന്നവർ സന്തോഷത്തോടെയാണെന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് ചന്ദ്രൻ അങ്ങ് ഇക്കിളി വരുവാണ് കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കുക, എന്ത് പറ്റി വെച്ചാൽ? ചന്ദ്രൻ പറയാം, ആ തേൻ രുചിച്ചതിന് ശേഷം നാക്കെന്തോ പൊള്ളുന്ന പോലേക്കെന്ന് പറയും. കിരൺ പറയാം, അച്ഛ ഒന്നുമില്ല അച്ഛ. രൂപ, ചന്ദ്രേട്ട എന്താ ഇത്? ചന്ദ്രൻ, എടാ എനിക്ക് തൊണ്ട പൊള്ളുന്നത് പോലെ. കിരൺ, അച്ഛ. രൂപ പറയാം, യാമിനി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാം. അപ്പോൾ യാമിനി ചേച്ചി വെള്ളം എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കുക കേട്ടോ. കിരൺ പറയാം, അച്ഛ. ചന്ദ്രൻ പെട്ടെന്ന് ഛർദ്ദിക്കുവാണ്. കിരൺ പറയും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കിരണും കല്യാണം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ രൂപ പറയുമ്പോൾ വേണ്ട, അമ്മ വരണ്ട. അപ്പം യാമിനിയും ശാരിയും രൂപയൊക്കെ അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അവർ വേണ്ട, വരണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. ശാരി, ഈശ്വര എന്നൊക്കെ പറയാം. അപ്പോൾ യാമിനി പറയാം, ആ തേൻ നാക്കിൽ വെച്ചതിലുള്ള വിഷം വല്ലതും കലർന്നിട്ടുണ്ടോ മേഡം? അങ്ങനെ അവർ ഹോസ്പിറ്റലിലോട്ടും പോയി. അപ്പോൾ ചന്ദ്രൻ പിന്നെ ഹോസ്പിറ്റലിൽ
കൊണ്ടുപോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കല്യാണി ICUവിലാണ്. അപ്പോൾ കല്യാണി പറയും തേൻ അച്ഛൻ ടേസ്റ്റ് ചെയ്തതേ ഉള്ളല്ലോ. അപ്പോൾ കിരൺ പറയാണ് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തായിരുന്നല്ലോ, അച്ഛൻ എന്തെങ്കിലും പറ്റുമോ കല്യാണി? അപ്പോൾ കിരൺ അങ്ങനെ കരയും. അപ്പോൾ കല്യാണി പറയാം അച്ഛനൊന്നും സംഭവിക്കില്ല കിരണേട്ട, വിഷമിക്കണ്ട എന്ന് പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയും ലക്ഷ്മിയമ്മയും ഉണ്ട്. അപ്പോൾ കാർത്തിക പറയാം ആ കാട്ടിൽ വെച്ച് കിരണൻ ഗംഗയെ കൊന്നതാണ്, അവൻ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ സംശയം. അവൻ മിക്കവാറും ആ കാട്ടുമൂപ്പൻ്റെ വീട്ടിൽ കാണാനാണ് സാധ്യത. തേൻ്റെ അകത്ത് വിഷം വല്ലതും കലരേണ്ട കാര്യം അല്ലെങ്കിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം അത് ശരിയാണ് മോളെ, കാട്ടുമൂപ്പൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് അവർ പറയേണ്ടതല്ലേ. അപ്പം കിരൺ 1-2 തവണ കാട്ടിൽ പോയതല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക പറയും ഗംഗപ്രസാദ് അവിടെ ഉണ്ടല്ലോ, അവനെപ്പറ്റി ആരും ഒന്നും പറയില്ല, കാരണം അവൻ തന്ത്രശാലിയാണ്. മൂപ്പൻ്റെ വീട്ടിൽ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെന്താ അവരെയും പാട്ടിലാക്കിയിട്ടുണ്ടാവും. ഗംഗ നാട്ടിൽ വന്നതിന് ശേഷം എത്ര നന്നായിട്ടാണ് ഇവിടെ അഭിനയിച്ചത്. നല്ല ചിന്താബോധമുള്ള കിരണിനെയും കല്യാണിയും വരെ അവൻ പറ്റിച്ചില്ലേ. പിന്നെ പഠിത്തവും വിവരവും ഇല്ലാത്ത മൂപ്പനെയും മുപ്പത്തിനെയും ആ കുടുംബത്തേക്ക് പറ്റിക്കാനാണോ പാട്? അപ്പം മിക്കവാറും ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവനായിരിക്കുമെന്ന് കാർത്തിക് അങ്ങ് ഉറപ്പിച്ച് പറയുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മതിൽ ചാടി, പിന്നീട് ലക്ഷ്മിയമ്മ പറയണം മതിൽ ചാടി മിക്കവാറും വന്ന രീതിയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവനാണ് സാധ്യതയെന്ന് പറയാം. അപ്പോൾ കാർത്തിക പറയാം പക്ഷേ അത് കിരൺ ഉറപ്പിച്ച് പറയുന്നത് ഗംഗ മരിച്ചു എന്ന് തന്നെയാണല്ലോ. എന്തോ കാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ മരിക്കാൻ കിടന്നവനെ കാട്ടിലെ ആൾക്കാർ ചിലപ്പോൾ മൂപ്പൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ വല്ലതും വീണവൻ എവിടെയെങ്കിലും അടിഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മിയമ്മ പറയും കിരണിൻ്റെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പം ആ സമയത്തേക്ക് പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ ICUവിനകത്തുനിന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ കിരൺ ചോദിക്കുക ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും കിരണെ ചന്ദ്രസേനൻ സാറിന് കുറച്ച് സീരിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ തേനിൽ എന്തോ ഉഗ്രം വിഷം ചേർന്നിട്ടുണ്ട്. ചിലപ്പം നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഏതെങ്കിലും കൂടിയ ഇനം വിഷമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ലാബ് റിസൾട്ട് വരാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറയും കേട്ടോ കിരണിനോട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മറ്റുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും ഒന്നും പറയാറായിട്ടില്ല എന്ന് തന്നെ ഡോക്ടർ പറയുകയാണ് കേട്ടോ. അത് ശരിക്കും കല്യാണിക്കാരനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തേൻ തന്നെയായിരിക്കും എന്നൊരു കാര്യം അവർ ഉറപ്പിക്കുകയാണ് കേട്ടോ. ശരിക്കും വല്ലാതെ വേറൊന്നും ചന്ദ്രസേനൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ കൂട്ടുകാർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ കിരണിൻ്റെ അച്ഛന് ശരിക്കും സംഭവിച്ചത് ഇതാണെങ്കിൽ പുള്ളി മരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം മിക്കവാറും മരിച്ചു പോയാൽ തീർന്നു വേലുവിൻ്റെ അവസ്ഥ. പിന്നെ അല്ലെങ്കിൽ കിരൺ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകണമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ഒന്നും സംഭവിക്കില്ല, കുറച്ച് സീരിയസ് ആയിട്ടായാലും റിക്കവറായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരണം എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ട് എത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.